ഹായ് ഹലോ കൂട്ടുകാരെ, ഇന്നൊരു ചക്ക കിട്ടിയിട്ടുണ്ട്. ചക്കയുടെ ഒരു പകുതി നാത്തും തന്നതാണ്. നമുക്ക് പ്ലാവൊന്നുമില്ല, ആരെങ്കിലുമൊക്കെ തരണ ചക്ക തന്നെ, അല്ലെങ്കിൽ വാങ്ങിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയാണ് ചക്ക കിട്ടാറ്. ഇത് പിച്ചാത്തിയിൽ എണ്ണ പുരട്ടിയപ്പോൾ അതിൻ്റെ അടയാളമാണ് ഈ കാണുന്നത്. മടലിൽ പിച്ചാത്തിയിൽ എണ്ണ പുരട്ടിയിട്ട്, കയ്യിൽ എണ്ണയും പുരട്ടിയിട്ട് ചക്ക വെട്ടിക്കഴിഞ്ഞാൽ പിച്ചാത്തിയിലും ചക്കയിലും അരക്ക് കൂടുതൽ പിടിക്കില്ല. അങ്ങനെ എണ്ണ പുരട്ടിയതാണ്. അങ്ങനെ നമുക്ക് ഈ ചക്ക വെട്ടിയെടുക്കാമേ. ചക്ക ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. നമുക്ക് വാപ്പാക്കൊക്കെ ഷുഗർ ആയതുകൊണ്ട് നമുക്ക് മരിച്ചിനി അങ്ങനെ കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് മരിച്ചിനി വല്ലപ്പോഴുമൊക്കെ വയ്ക്കും. ചക്കയാണ് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം. അങ്ങനെ നമുക്ക് ഈ ചക്ക വെട്ടിയെടുക്കാം. ഇവിടെയാണ് ഞാൻ അരിയടിപ്പ് ഇടുന്നത്. ഇതൊരു ചെറിയൊരു ഷെഡാണ്. ഈ ഷെഡിലാണ് ഞാൻ അരിയടിപ്പ് ഇടുന്നത്. പുറത്താണ്, അകത്ത് അടുപ്പില്ല. പുറത്തൊരു ഷെഡുണ്ട്, വിറവൊക്കെ വയ്ക്കുന്ന ഒരു ഷെഡാണ്. ആ ഷെഡിനകത്താണ് ഒരു സൈഡിൽ ഇതുപോലെ തിട്ട പിടിച്ചിട്ട് അരിയടിപ്പ് ഇടുന്നത്. ഇതുപോലെ വെള്ളം ഞാൻ ഇതുപോലെ കുറച്ച് വെള്ളം വെച്ച് തിളപ്പിച്ച് അരിയടിപ്പ് ഇട്ടിട്ട് ഈ ഇരിക്കുന്ന വെള്ളം തിളച്ച് വരുമ്പോൾ ഈ വെള്ളം അങ്ങ് ചൂടായല്ലോ, അരി തിളയ്ക്കുമ്പോൾ ആ വെള്ളം എടുത്ത് വീണ്ടും ഒഴിച്ചു കൊടുക്കും. പിന്നെ നമുക്ക് കുടിക്കാനൊക്കെ വേണ്ടി ആ വെള്ളം നല്ലോണം ചൂടാകുമ്പോൾ ഒഴിച്ചെടുക്കും. അങ്ങനെ ചക്ക എല്ലാം വെട്ടിയെടുത്തിട്ടുണ്ട്. ഇത്ര ചക്ക ഉണ്ട്, നമുക്കൊരു ദിവസം വേവിക്കാനുള്ള ചക്ക ഉണ്ട്. എന്താ ഒരുപാട് നന്നായിട്ടങ്ങ് വിളഞ്ഞിട്ടില്ല, എന്നാലും കുഴപ്പമില്ല, കറി വയ്ക്കാൻ ഇത് മതി. ഇതുകൊണ്ടൊന്നും ഉമ്മച്ചിരിയൊക്കെ കൊടുക്കട്ടെ, ഉമ്മ ചിറുത്ത് ഉറക്കി തന്നോളൂ, പിന്നെ വേവിച്ചാൽ മതി. അപ്പം ഇന്ന് അയലയാണ് കിട്ടിയത്. അധികം വലുതല്ല, എന്നാലും കുഴപ്പമില്ല, പക്ഷെ നല്ല അയല കേട്ടോ. പോകല ചുമമായിരിക്കണ നല്ല രക്തമുണ്ട്. നല്ല മീൻ അയല. എത്രണ്ണമുണ്ട്? 2, 4, 6, 7 മീൻ. 7 മീനുണ്ട്. 7 മീൻ 100 രൂപ. ഇതിൽ നമ്മളെ നടയിൽ കൂടെ കൊണ്ടുപോയ ഒരാളുടെ നിന്ന് വാങ്ങിച്ചതാണ്. ഒരു കൂട്ടർ ഇന്ന് മുതൽ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞ് എന്നും വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ടാണ് പോയേക്കണം. നല്ല മീനാണെങ്കിൽ നമുക്ക് വാങ്ങിക്കാമല്ലോ. ഇന്ന് മുതലാണ് തുടങ്ങിയത്. അപ്പം നല്ല മീൻ നമുക്കിത് കറി വയ്ക്കാം. കറി എന്ന് പറഞ്ഞാൽ നാളെ ഞാൻ തേങ്ങയും ഉള്ളിയും എല്ലാം കൂടെയൊക്കെ വറുത്ത് ചെറുതായിട്ട് ചൂടാക്കി പുളിയും കറിയണൊക്കെ വെച്ചില്ലേ, അതുപോലെ വയ്ക്കാം. ചക്കയൊക്കെ കഴിക്കാൻ നല്ലതാണ്. അതുപോലെ അയല മീൻ സൂപ്പറാണ് അങ്ങനെ വെച്ചാൽ. അപ്പം എന്നാൽ നമുക്കങ്ങനെ വയ്ക്കാം. പിന്നെ മീൻ പുളിക്ക് തേങ്ങയും ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കരിവേപ്പിലയും എല്ലാം കൂടെ വറുത്ത് തേങ്ങയൊക്കെ ഇട്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് വറുത്ത് വെച്ചിട്ടുണ്ട്, ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ മുമ്പൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഇങ്ങനെ തേങ്ങ അരച്ച മീൻ പുളി എന്ന് പറഞ്ഞ്. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അത് പോയി കാണണേ. എപ്പോഴും കാണിച്ചാൽ നിങ്ങൾക്ക് ബോർ വരുമെന്ന് പറഞ്ഞാണ് ഞാൻ, അതൊരു മടുപ്പ് വരുമെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം വറുക്കുന്നതൊന്നും കാണിക്കാത്തത്. അപ്പം നിങ്ങൾ കാണുന്നുള്ളവർ ആ വീഡിയോ പോയി കണ്ടാൽ മതി. അപ്പോൾ ഇതെല്ലാം വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി തണുക്കുമ്പോൾ കരച്ചെടുത്ത് മീൻ കറി വയ്ക്കാം. ഇന്ന് ഞാൻ പുഴിയുന്ന പുളിയുണ്ടല്ലോ, വാളം പുളി, ആ പുളിയാണ് ഇന്ന് ഈ മീൻ കറിക്ക് ചേർക്കണം. അന്ന് ഞാൻ കുടംപുളിയാണ് ചേർത്തത്. ഏത് പുളി വേണമെങ്കിലും ചേർക്കാം, നമ്മളെ ഇഷ്ടത്തിന്. ചക്കയ്ക്ക് അരയ്ക്കാൻ പോവുകയാണ്. തേങ്ങ, ജീരകം, മഞ്ഞൾപ്പൊടി, കരിവേപ്പില, മുളക്, വെളുത്തുള്ളി ഇത്രയും കൂടെ ചക്കയ്ക്ക് അരച്ചെടുക്കാം. അങ്ങനെ കറിക്ക് അരച്ച് കലക്കി അടുപ്പിൽ വയ്ക്കുകയും ചെയ്തേ. തക്കാളിയും കരിവേപ്പിലയും പച്ചമുളകും എല്ലാം ഇട്ടിട്ടുണ്ട്. ഉപ്പും ഉലുവാപ്പൊടിയും എല്ലാം ഇട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി തിളയ്ക്കുമ്പോൾ നമുക്ക് മീനിട്ട് കൊടുക്കാം. ഇങ്ങനെ കറി തിളച്ചു, നമുക്ക് മീനിട്ട് കൊടുക്കാം. ഞാൻ മീൻ കണ്ടിച്ചിട്ടില്ല, അങ്ങനെ തന്നെ ഇടുക. മീനെല്ലാം ഇറക്കിയിട്ട് കൊടുക്കാം.
ഒന്ന് ഇളക്കി കൊടുക്കാം. അടച്ച് വയ്ക്കാം. വേവട്ടെ അവിടെ. അതിന് കുറച്ച് നെത്തോലി മീൻ ഫ്രിഡ്ജിലുണ്ടായിരുന്നേ. നമുക്ക് ആ നെത്തോലി മീൻ പൊരിക്കാം. പോളുവിന് കൊടുക്കാമെന്നും പറഞ്ഞ് ഫ്രിഡ്ജിലെടുത്ത് വെച്ചതാണ്. പക്ഷേ അവന് കൊടുത്തിട്ട് അവൻ കഴിക്കുന്നില്ല. പിന്നെ പൊരിക്കാമെന്ന് കരുതി. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്. നെത്തോലി പൊരിക്കാൻ ഇത്രയേ ഇടുള്ളൂ. ഇത്ര സാധനം ഇടുള്ളൂ. കുരുമുളകൊന്നും ഞാൻ ഇടാറില്ല. ഇങ്ങനെ പൊരിച്ചാൽ നല്ല രുചി. മാംസമൊന്നും ഒരുപാട് കട്ടിയുള്ളതല്ലല്ലോ. ഇതിനെയും കൂടെ ഫ്രൈ ചെയ്യാം. അങ്ങനെ ചക്ക വെന്തിട്ടുണ്ട്. ഒരു അബദ്ധം പറ്റി കേട്ടോ. ഞാനും ഉമ്മച്ചിയും കൂടെ ചക്കയ്ക്ക് വെള്ളം ഒഴിച്ച്. ചക്ക തിളച്ചപ്പോൾ ചക്ക പൊങ്ങിക്കളയുന്ന വെള്ളം, മരിച്ചീനി ഒഴിക്കണക്കുള്ള വെള്ളം, പിന്നെ വെള്ളം ഊറ്റി കളയേണ്ടി വന്നു. അങ്ങനെ വലിയൊരു അബദ്ധം പറ്റി. ഞാൻ ഒഴിച്ച്, ഉമ്മച്ചി ഒഴിച്ച്. ഉമ്മച്ചി വെള്ളം ഒഴിച്ച് വെച്ച കാര്യം ഞാൻ അറിഞ്ഞില്ല. ഞാനും കൂടെ വെള്ളം ഒഴിച്ചു. അങ്ങനൊരു അബദ്ധം പറ്റി. ചക്ക ഇനി ഇളക്കി ഇറക്കട്ടെ. പോള് തിന്നോ എന്തോ അറിയാൻ വയ്യ. അതിൽ നിന്ന് കുറച്ച് നെത്തോലി എടുത്ത് അവനെ അവിക്കാൻ വെച്ചിരിക്കുക. കൊടുത്തു നോക്കാം. അങ്ങനെ നമ്മളെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. കടുവൊക്കെ താളിച്ചൊഴിച്ച് ഒരുപാട് പറ്റിയില്ല. അത് ഇരിക്കും തോറും അങ്ങ് പറ്റിക്കോളും. മതി, കറക്റ്റ് തന്നെ. അപ്പോൾ എല്ലാവരും ആ വീഡിയോ കണ്ടിട്ട്, തേങ്ങ അരച്ച മീൻ പുളി എന്നും പറഞ്ഞൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ കണ്ട് അതുപോലെ മീൻ കറി വയ്ക്കണേ. അതുകൊണ്ടിത് വിശദമാക്കിയൊന്നും പറഞ്ഞിട്ടില്ല. അടുത്തത് പാവയ്ക്ക തോരൻ വയ്ക്കാം. പാവയ്ക്ക തോരനല്ല, വിഴുക്ക് വരട്ടി. നമ്മൾ തോരൻ വയ്ക്കാറില്ല, വിഴുക്ക് വരട്ടിയാണ് ചെയ്യുന്നത്. അങ്ങനെ ചട്ടി എണ്ണ ഒഴിച്ച് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുകിട്ട് കടുക് പൊട്ടിട്ടെ. പാവയ്ക്ക വിഴുക്കുവരട്ടെ. പാവയ്ക്ക, സവാള, പച്ചമുളക്, തേങ്ങ, ഇത്രയാണ് ഇട്ട് കൊടുക്കണം. അപ്പം കടുക് പൊട്ടി നമുക്ക് പാവയ്ക്ക ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അടച്ച് വെച്ച് അപ്പം നമുക്ക് മീനും കൂടെ പൊരിക്കാമേ. ഫ്രൈ പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്, ചൂടാവട്ടെ. നെത്തോലി, പിന്നെ നമ്മൾ അയലേര തലയും ഉണ്ട്. തല കറിയിലിട്ടില്ല, അതുകൊണ്ട് തലയും കൂടെ പൊരിക്കാം. എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി, നമുക്ക് മീനിട്ട് കൊടുക്കാം. ഇത് പൊരിച്ചെടുത്തിട്ട് നമുക്ക് തലയും കൂടെ പൊരിച്ചെടുക്കാം. അങ്ങനെ തോരനുമായി മീൻ ഫ്രൈയും ആയി. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഉച്ചയൂണ് എന്തൊക്കെയെന്ന് നോക്കിയാലോ. ചോറ്, ചക്ക, മീൻ പുളി, അയലയാണ്, പാവയ്ക്ക വിഴുക്ക് പുരട്ടി, മീൻ ഫ്രൈ, തല ഫ്രൈ ചെയ്തത്, നെത്തോലി ഫ്രൈ ചെയ്തത്. ഇത്രയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഉച്ചയൂണ്. ഇവിടെ പിന്നെ അങ്ങനെ പ്രത്യേകിച്ചൊരു ഒഴിച്ച് കറി വേണം അങ്ങനെയൊന്നുമില്ല. ഏതെങ്കിലും ഒരു കറി മതി. ഒരു കറിയോ ഒരു ചീനിയോ ചക്കയോ
തോരന് പൊരിച്ച മീൻ എന്തെങ്കിലും മതി. അതാണ് ഇവിടെ. അല്ലാതെ പ്രത്യേകിച്ചൊരു ഒഴിച്ച് കറിയും കൂടെ വേണ്ട. ഒരു നേരം മാത്രമേ നമ്മൾ എല്ലാവരും ചോറ് കഴിക്കത്തുള്ളൂ. വൈകുന്നേരം രാത്രിയിൽ എന്തെങ്കിലും കാപ്പിയാണ്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവരും എൻ്റെ ഇന്നത്തെ ഉച്ചയൂണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം. എന്നാലേ ഞാനിടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. താങ്ക് യു. ഇനി അടുത്ത ദിവസം അടുത്ത വീഡിയോയുമായി കാണാം.